ദേശസ്നേഹിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നു മുതൽ നമ്മൾ ഒരു വ്യത്യസ്തമായ വിഷയമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കേസ് കൊടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടതിനു വേണ്ടിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതിന് വേണ്ടിയോ ഒരു കേസ് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. ഈ വിഷയം എടുക്കുവാൻ കാരണം, നമ്മൾ കേസ് കൊടുക്കേണ്ടത് ഏത് നിയമ സംവിധാനത്തിൻ്റെ മുമ്പിലാണ്, അത് എന്ത് നേച്ചറിലുള്ളതാണ്, അത് എങ്ങനെയാണ്, ആരെയാണ് സമീപിച്ചിട്ടാണ് അത് ആദ്യം ചെയ്യേണ്ടത്, അതിന് ഹാജരാക്കേണ്ട രേഖകൾ എന്താണ്, അതിന് അടയ്ക്കേണ്ട ഫീസ് എന്താണ്, അതിന് ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സാധാരണ ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പല എപ്പിസോഡുകളിലായി ഇത് വിശദമാക്കാൻ വേണ്ടിയിട്ട് ദേശസ്നേഹി ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിവിൽ കേസ് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ ആദ്യം ഒരു അഭിഭാഷകനെ സമീപിക്കും. അദ്ദേഹത്തിനടുത്ത് സംഭവിച്ച കോസ് ഓഫ് ആക്ഷൻ, അതായത് എന്താണ് സംഭവം എന്നുള്ളത് വിശദീകരിക്കും. അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള കോടതിയിൽ നിന്ന് കിട്ടേണ്ട വിധി എന്താണെന്ന് അദ്ദേഹത്തിനടുത്ത് പറയും. അതിന് വേണ്ടുന്ന റെക്കോർഡുകൾ, അല്ലെങ്കിൽ അതിന് നമ്മൾ ഹാജരാക്കാൻ പറ്റുന്ന രേഖകൾ എല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കും. ഇതിനുശേഷം അദ്ദേഹം എതിർകക്ഷി ആരാണോ ആ കക്ഷിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നടപടിക്രമം. അതിനുശേഷം ആ ആള് തിരിച്ച് വക്കീൽ നോട്ടീസോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ റെസ്പോണ്ട് ചെയ്തു കഴിയുമ്പോൾ ആ മറുപടിയിൽ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ, നമ്മൾ ആ കേസിൻ്റെ കാര്യം നടന്ന സ്ഥലം ഏത് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ, അതായത് നിയമപരിധിക്കകമാണോ വരുന്നത്, ആ കോടതിയുടെ മുമ്പിലാണ് നമ്മളൊരു കേസ് ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അത് ഫയൽ ചെയ്യുമ്പോൾ തയ്യാറാക്കുന്ന ഹർജിയിൽ നമ്മൾ ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ കാര്യമടക്കം വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ഹർജിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ഹാജരാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, രേഖകൾ തന്നെയാണ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു അഭിഭാഷകനെ സമീപിച്ച് നമ്മൾ ഇതെല്ലാം കൊടുത്താലും ഒരു കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിൽ ആ ഹർജിയിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾക്ക് വേണ്ടിയാണ് ഒരു അഭിഭാഷകൻ കോടതിയിൽ ഹാജരാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അല്ലെങ്കിൽ ആ കേസ് നമ്മൾക്ക് ഒരു ആവശ്യമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താതെ വർഷങ്ങളോളം നീണ്ടുപോകും. അത് തന്നെയാണ് വർഷങ്ങളോളം കേസുകൾ നീണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണവും എന്ന് പറയുന്നു. ഈ എപ്പിസോഡിനെ തുടർന്നുള്ള എല്ലാ എപ്പിസോഡും കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ദേശസ്നേഹി ചാനൽ പരമാവധി ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടുന്ന ഇൻഫർമേഷനുകളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഞാൻ വിശദമാക്കുന്നത്. ജയ് ഭാരത് മാതാ.